ഹലോ ഫ്രണ്ട്സ്, ഹോം പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് 2200 സ്ക്വയർ ഫീറ്റിൽ തീർത്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് റെനോവേഷൻ വർക്ക് ചെയ്തെടുത്തൊരു വീടാണ്. ഈ വീടിൻ്റെ പഴയൊരു ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ഡിഫറൻസ് വന്നിട്ടുണ്ട് റെനോവേഷൻ ചെയ്തപ്പോൾ എന്നുള്ളത്. അപ്പോൾ ഇതാണ് ആ ഒരു പഴയ വീടിൻ്റെ ഫോട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു മനോഹരമായ ഹോം ടൂർ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്ത് പൂപ്പലത്താണ് ഈ ഒരു വീടുള്ളത്. അൻവർ ഷബില ദമ്പതികളുടെ വീടാണിത്. അപ്പോൾ വീടിന് മുന്നിൽ ഇതുപോലെ മനോഹരമായിട്ടൊരു ലോണൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. തെങ്ങും ബാക്കി മരങ്ങളും ഒക്കെ അതുപോലെ നിലനിർത്തിക്കൊണ്ടാണ് ആ ഒരു ലോൺ നിർമ്മിച്ചിട്ടുള്ളത്. വീടിൻ്റെ എക്സ്റ്റീരിയറിൽ ഉപയോഗിച്ചിട്ടുള്ളത് വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനാണ്. ആ ഒരു ഗ്രേ കളർ തീം തന്നെയാണ് ജനലുകളെല്ലാം ചെയ്തിട്ടുള്ളത്. ഗ്രേ കളർ ടൈലാണ് ഇവിടെ ഈ ഒരു ഇടയിലുള്ള ഡിസൈനുകൾക്കെല്ലാം വേണ്ടിയിട്ട് അതുപോലെ ഫില്ലറിലും എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എല്ലാ ഭാഗങ്ങളിലും കുറേ ചെടികളെല്ലാം വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. വീടിൻ്റെ പുറത്ത് സൈഡിലും അതുപോലെ തന്നെ സിറ്റ് ഔട്ടിലും എല്ലാം ഒരുപാട് ചെടികളെല്ലാം വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റോൺ ഡിസൈനിൽ വരുന്ന ടൈലാണ് ഇവിടെ ഫില്ലറിനും ഈ ഒരു കോർണറിലെല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ടൊരു വുഡൻ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വുഡൻ ഫിനിഷിൽ ഉള്ള ടൈലാണ്. ശരിക്കും നമുക്ക് കണ്ടാൽ വുഡാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ളൊരു ടൈലാണ്. പിന്നെ അതാ ഇവിടെ ഒരു ജനാല വന്നിട്ടുണ്ട്. അതിനും ആ ഒരു ഗ്രേ കളർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മുകളിൽ ചെറിയൊരു പർഗോള പോലത്തെ ഡിസൈൻ കൊടുത്തിട്ട് അവിടെ സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ ഒരു വശത്ത് മാത്രമാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വശത്ത് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ചുമരിലും ആ ഒരു ടൈല് യൂസ് ചെയ്തിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ലോങ് ചെയർ കൊടുത്തിട്ടുണ്ട് വുഡിൽ തീർത്തിട്ടുള്ള. അതിൻ്റെ ബാക്കിലായിട്ടൊരു പർഗോള ഡിസൈൻ കാണാൻ കഴിയും. അതിൽ ചെടികളെല്ലാം വെച്ചിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ സ്പോട്ട് ലൈറ്റുകളും കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. മരത്തിൽ തീർത്തിട്ടുള്ള ഡബിൾ ഡോറാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ രണ്ട് വശത്തും ഓരോ സിംഗിൾ വിൻഡോസും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെൽക്കം ഡോറ് കടന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ലിവിങ് ഏരിയയിലോട്ടാണ്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ള അതേ സെയിം ആ ഒരു വുഡൻ ഫിനിഷിലുള്ള ടൈല് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് കളറിലുള്ള ഒരു സെറ്റിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇങ്ങോട്ട് നന്നായിട്ട് വെളിച്ചം കിട്ടുന്ന രീതിയിൽ വലിയൊരു വിൻഡോ ഈ ഒരു സൈഡിൽ വരുന്നുണ്ട്. അതുപോലെ ഫ്രണ്ടിലോട്ടുള്ള രണ്ട് വിൻഡോസും സിംഗിൾ വിൻഡോസും വരുന്നുണ്ട്. ചുമരിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് പർഗോള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ഗ്ലാസും സ്പോട്ട് ലൈറ്റുകളും കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സീലിങ്ങിൽ ജിപ്സം വർക്ക് ചെയ്തിട്ട് അവിടെ ലൈറ്റുകളെല്ലാം കൊടുത്തിട്ട് മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ പല ഭാഗങ്ങളിലായി ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് ഇവർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് ആണ് നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയയിലോട്ടൊക്കെ കയറി വരുന്ന സമയത്ത്. അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റ്സും വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു നല്ലൊരു വാട്ടർ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഈ ഒരു ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഡൈനിങ് ഏരിയയിലോട്ടാണ്. ഇവിടെ ഫ്ലോറിങ്ങിൽ നമുക്ക് കാണാൻ കഴിയും വൈറ്റ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നേരത്തെ കണ്ടതിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഇവിടെ ഗ്ലാസ്സിൽ തീർത്തിട്ടുള്ള ഒരു ടേബിളും മരത്തിൽ തീർത്തിട്ടുള്ള ചെയറുകളുമാണ് ഡൈനിങ് ഏരിയയിൽ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഹാളിൻ്റെ ഈ ഒരു വശം ചുമര് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഗ്രേ കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെയിം ബോർഡർ ഒരു സീലിങ്ങിലോട്ടും കൊടുത്തിട്ടുണ്ട് ആ ഒരു പെയിൻറ്റ്. ഈ ഒരു വശത്തായിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അവിടെ നല്ല മനോഹരമായിട്ടൊരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഷോ പീസുകളും വെച്ചിട്ട് ഈ ഒരു ഷെൽഫ് മനോഹരമായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഹാളിൻ്റെ കളർ തീമിനോട് ചേരുന്ന വിധത്തിലുള്ള ഒരു വാഷ് ബേസിൻ യൂണിറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഒരു വൈറ്റും ഗ്രേ കളറിനോടും ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ആ വാഷ് ബേസിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നത്. മനോഹരമായിട്ടുള്ളൊരു ഡിസൈനാണ്. അതിന് ക്യാബിനറ്റുകളെല്ലാം വരുന്ന ടൈപ്പാണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു മിറർ യൂണിറ്റും അവിടെ സ്റ്റോറേജ് സൗകര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ ഒരു മാറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനടുത്ത് തന്നെ നല്ലൊരു ഇൻഡോർ പ്ലാന്റും വെച്ചിട്ടുണ്ട്. മുകളിലോട്ടുള്ള സ്റ്റെയർ കേസ് വരുന്നതും ഈ ഒരു ഡൈനിങ് ഹാളിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഡൈനിങ് ഹാളിൻ്റെ ഈ ഒരു വശത്തോട്ട് ടേബിളിൻ്റെ എതിർവശത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് കാണാൻ കഴിയും. അപ്പോൾ വീട് റിനോവേഷൻ ചെയ്യുന്നതിൻ്റെ മുന്നത്തെ ഇവരുടെ ലിവിങ് റൂമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിപ്പോൾ TV റൂമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ളൊരു സെറ്റിംഗ് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നേരെ കയറി ചെല്ലുന്ന ആ ഒരു വാളിൽ ഒരു വുഡൻ കളർ ഫിനിഷിങ് നമുക്ക് കാണാൻ കഴിയും. ഇത് പെയിൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിലുള്ളൊരു TV യൂണിറ്റ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ ഫർണിച്ചറുകളാണ് വീട്ടിൽ റെനോവേഷൻ വർക്ക് നടക്കുന്നതിൻ്റെ മുന്നത്തെ പഴയ ഫർണിച്ചറുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വാളിൽ നല്ലൊരു ഷോ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ലിവിങ് റൂമിലെ ആ ഒരു ഷോ കേസ് തന്നെയാണിത്. അവിടെ നല്ല ഷോ പീസുകളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഡൈനിങ് ഹാളിൽ ഈ ഒരു വശത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം വീട് റെനോവേഷൻ ചെയ്ത സമയത്ത് പുതുതായിട്ട് ഉണ്ടാക്കിയൊരു ബെഡ്റൂമാണ്. ഇവിടെയും ഹാളിൽ കണ്ടിട്ടുള്ള സെയിം വൈറ്റ് കളർ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഒരു ചുമരും ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ഗ്രേ കളർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റഡി ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു സൈഡിലായിട്ട്. അവിടെ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് എല്ലാം വെച്ചിട്ട് നല്ല മനോഹരമായിട്ടാണ് ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഗ്രേ കളർ ഹൈലൈറ്റഡ് ചുമരിൽ 3 നല്ല ഭംഗിയിലുള്ള പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. റൂമിൻ്റെ ഇൻറ്റീരിയറിന് ചേരുന്ന വിധത്തിലുള്ള പെയിൻറ്റിങ്സാണ് കൊടുത്തിട്ടുള്ളത്. 2 വശത്തും 2 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തോട്ടായിട്ടാണ് ഈ റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. ആ ഒരു ബാത്റൂമിനോട് ചേർന്ന് തന്നെയാണ് ഈ റൂമിലെ വാർഡ്രോബും ഡ്രസ്സിങ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാർഡ്രോബിന് കൊടുത്തിട്ടുള്ള കളർ തീം ഗ്രേ ആൻഡ് വൈറ്റ് കളറാണ്. ഈ ഒരു റൂമിൻ്റെ കളർ തീമിനോട് ചേരുന്ന ഒരു കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ നല്ലൊരു മിറർ യൂണിറ്റും ഒരു ഡ്രസ്സിങ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റോറേജ് ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള ക്യാബിനറ്റ് എല്ലാം ഒരു ഡ്രസ്സിങ് ഏരിയയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ നിന്നാണ് മുകളിലോട്ടുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ആ ഒരു സ്റ്റെയർ കേസിൻ്റെ കോർണറിലായിട്ടൊരു കുഞ്ഞു ഷെൽഫ് വരുന്നുണ്ട്. ആ ഒരു ഷെൽഫിൽ മെഡലുകളും അതുപോലെ തന്നെ മൊമെൻറ്റോസ് എല്ലാം വളരെ മനോഹരമായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ സ്റ്റെയർ കേസിലും ഇവർ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം വെച്ചിട്ട് മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു സ്റ്റെയർ കേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ ബാക്ക് വശത്തായിട്ടൊരു സ്റ്റഡി ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ സ്റ്റഡി ടേബിളെല്ലാം കൊടുത്തിട്ടാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഇതിനോട് ചേർന്ന് തന്നെ ഒരു ക്രോക്കറി ഷെൽഫ് വരുന്നുണ്ട്. അപ്പോൾ വീട് റെനോവേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള ഷെൽഫുകളാണ് ഇവിടെ ഉള്ളതെല്ലാം. അതുകൊണ്ടാണ് പഴയ മോഡൽ ഷെൽഫുകൾ. അപ്പോൾ ഇത് സ്ലൈഡിംഗ് ഡോറോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ഡോറോട് കൂടിയിട്ടുള്ള ഷെൽഫാണ്. അവിടെ പാത്രങ്ങളെല്ലാം മനോഹരമായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ 2 ബെഡ്റൂമുകളാണ് താഴത്തുള്ളത്. ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തൊരു ബെഡ്റൂം വരുന്നത് ഈ ഒരു സ്റ്റെയർ കേസിനോട് ചേർന്നാണ്. അവിടെയും വൈറ്റ് കളർ ടൈല് തന്നെയാണ് ഫ്ലോറിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ കേർട്ടൻസൊക്കെ വീട് റെനോവേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള പഴയ കേർട്ടൻസാണ്. അപ്പോൾ ഇവിടെ കേർട്ടൻ വർക്കും അതുപോലെ സീലിംഗ് വർക്കെല്ലാം പെൻഡിങ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു വർക്കുകൾ ഇനിയും ഇവർ ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് പഴയ മോഡൽ കേർട്ടൻസൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു ഭാഗം ചുമര് ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു മെറൂൺ റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഭംഗിയായിട്ട് തോന്നിട്ടോ. ഈ ഒരു റൂമിലെ ഒരു ഹൈലൈറ്റഡ് പോർഷനാണ് ആ ഒരു ചുമര്. ഈ ഒരു സൈഡിൽ 2 അലമാരകളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മുകളിൽ സ്റ്റോറേജ് ഫെസിലിറ്റി വരുന്നുണ്ട്. അവിടെ റാക്കിന് ഇങ്ങനെ അടപ്പുകളെല്ലാം കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലായിട്ടാണ് ബാത്റൂം വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ഇതും. ഇനി നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം. നല്ല ഭംഗിയിലുള്ളൊരു സ്റ്റെയർ കേസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ കേസിൽ ഇവർ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ആദ്യമുള്ള സ്റ്റെയർ കേസ് തന്നെയാണ്. വൈറ്റ് കളർ ടൈൽ തന്നെയാണ് ഈ ഒരു സ്റ്റെയർ കേസിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റെയർ കേസ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. സ്റ്റീലിൻ്റെ റെയിലിംഗ് ആണ് വരുന്നത്. മൊത്തത്തിൽ ഇതിൻ്റെ ഒരു വ്യൂ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയിലുള്ളൊരു വുഡൻ കളർ വരുന്ന നല്ല ഗ്ലോസി ആയിട്ടുള്ളൊരു ടൈലാണ് ഇവിടെ ഫ്ലോറിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗമാണ് സ്റ്റെയർ കേസ് നമ്മൾ കയറി വരുന്നത്. ഇവിടെ 3 ബെഡ്റൂമുകളുണ്ട്. 2 ബെഡ്റൂമിൻ്റെ ഡോറാണ് ആ ഒരറ്റത്ത് കാണുന്നത്. പിന്നെ എന്താ ഇവിടെ ഹാളിൽ ആ ഒരറ്റത്തായിട്ട് റെഡ് കളർ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു റെഡ് കളറിലുള്ള ബോർഡർ സീലിങ്ങിലോട്ടും കൊടുത്തിട്ടുണ്ട്. അവിടെ നല്ലൊരു കർട്ടനൊക്കെ കൊടുത്തിട്ട് വലിയൊരു വിൻഡോ വരുന്നുണ്ട്. നല്ല മനോഹരമായിട്ടാണ് ആ ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആ ഒരു മെയിൻ ഡോറ് വരുന്നത് പുറത്തോട്ടാണ്. ഇവിടെ വാളിൽ നല്ലൊരു ഷോക്കേസ് വരുന്നുണ്ട്. അവിടെ നല്ല ഷോ പീസുകളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹാളിൻ്റെ നമ്മൾ ഈ സ്റ്റെയർ കേസ് കയറി വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടൊരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. അതിനോട് ചേർന്ന് ഈ ഭാഗത്താണ് മറ്റൊരു ബെഡ്റൂം ഉള്ളത്, 3ാമത്തെ ബെഡ്റൂം ഉള്ളത്. നമുക്ക് ഈ ഒരു ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ ബെഡ്റൂമിനുള്ളിലും ആ ഒരു സെയിം കളർ ഫ്ലോറിങ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വശത്തായിട്ടൊരു ചെറിയ വാർഡ്രോബ് കാണാൻ കഴിയും. ഇതൊക്കെ റിനോവേഷൻ വർക്കിൻ്റെ മുന്നത്തെ പഴയ വീട്ടിലെ അതേ വാർഡ്രോബുകളാണ്. പിന്നെ അതാ ഈ ഒരു സൈഡ് ചുമര് ഹൈലൈറ്റ് ചെയ്തിട്ട് ആ ഒരു റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും കർട്ടൻ വർക്ക് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. കർട്ടൻ വർക്ക് മൊത്തത്തിൽ ഇവർ ഇനി ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. പഴയ കർട്ടൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ നെക്സ്റ്റ് ബെഡ്റൂം കണ്ടു നോക്കാം. ഇതൊരു കിഡ്സ് ബെഡ്റൂമായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 2 കിഡ്സ് ബെഡുകളെല്ലാം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെഡ് കളർ കൊടുത്ത് ചുമരിൻ്റെ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പിന്നെ മൊത്തത്തിൽ എല്ലാ റൂമിലും ഈ ഒരു ഫ്ലോറിങ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ സെയിം കളറിലുള്ള ഈ ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു റൂമിലെ വിശേഷങ്ങൾ. നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് മറ്റൊരു ബെഡ്റൂം ഉള്ളത്. അവിടേക്ക് പോകുന്ന ഈ ഒരു വഴിയിലായിട്ടൊരു വാഷ് ബേസിനെല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു മിററും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെയിം ഫ്ലോറിങ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിലും ആ ഒരു റെഡ് കളർ മെറൂൺ റെഡ് കളർ കൊണ്ട് ഒരു ഭാഗം ചുമര് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ബാത്റൂം വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ആ ഒരു സൈഡിലായിട്ട്. പിന്നെ ഇവിടെ നല്ലൊരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ വാർഡ്രോബാണ് ഇത്. ആദ്യം ഈ റൂമിലുള്ള വാർഡ്രോബ് തന്നെയാണ്. ഇവിടെ മുകളിൽ ഇവർ പ്രത്യേകിച്ച് റിനോവേഷൻ വർക്കുകളൊന്നും ഇവിടെ ഉള്ളിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് പഴയ വാർഡ്രോബ് തന്നെയാണ്. നല്ല വലുപ്പത്തിലുള്ളൊരു വാർഡ്രോബാണ്. ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റിയിലുള്ള നല്ലൊരു മിററും അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3 ബെഡ്റൂമുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഇങ്ങനെ മുകളിൽ നിന്നുള്ള വ്യൂ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു വ്യൂ കാണാനായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ഷൂട്ട് ചെയ്തോന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടെ കാണാനുള്ളത് ഒരു ഓപ്പൺ ബാൽക്കണിയാണ്. വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു ഓപ്പൺ ബാൽക്കണിയാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ഇതാണ് ആ ബാൽക്കണി. ഇവിടെ ചുമരിലെല്ലാം ഒരു വുഡൻ ടൈല് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സിറ്റിംഗ് അറേഞ്ച്മെൻറ്റോട് കൂടെയാണ് ഈ ഒരു ബാൽക്കണി ചെയ്തിട്ടുള്ളത്.
ഇവിടുത്തെ ഫ്ലോറിങ്ങും സെയിം നമ്മൾ ഇതുവരെ കണ്ട ഈ മുകളിൽ എല്ലാ ഭാഗത്തും കൊടുത്തിട്ടുള്ള ആ ഒരു ഫ്ലോറിങ് ടൈൽ തന്നെയാണ് അവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീടിൻ്റെ അപ്സ്റ്റെയറിലെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇവിടെ കാണാനുള്ളത് ഈ ഒരു വീടിൻ്റെ കിച്ചനാണ്. അപ്പോൾ കിച്ചനും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ഫസ്റ്റ് കിച്ചനായിട്ട് വരുന്നത്. അവിടെ നല്ലൊരു റൗണ്ട് ടേബിളും ചെയറുകളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവർ ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. നല്ലൊരു വാട്ടർ ഫിൽറ്ററും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ടേബിളുമ്മേ തന്നെ. ബ്ലാക്ക് കളറാണ് ഇവിടുത്തെ ഫ്ലോറിങ്ങിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു കോർണറിൽ ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിറയെ സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫ്, ഒരു ചെറിയൊരു ക്രോക്കറി ഷെൽഫ് ഗ്ലാസ് ഡോറോട് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റി ഇവിടെ ചെയ്തിട്ടുണ്ട്. കോർണർ ഷെൽഫുകളും മുകളിൽ ഇതുപോലെ വലിയ ഷെൽഫുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഇവിടുത്തെ ആദ്യത്തെ സ്റ്റോർ റൂം ഇവരിങ്ങനെ ഒരു പ്രയർ റൂമായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാദ്യം സ്റ്റോർ റൂമായിരുന്നു. ഇപ്പോൾ അവരത് പ്രയർ റൂമായിട്ട് റാക്കെല്ലാം കളഞ്ഞ് പ്രയർ റൂമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫസ്റ്റ് കിച്ചണിൽ നിന്നാണ് ഇതിലേട്ടുള്ള ഓപ്പണിങ് വരുന്നത്. ഇനി ഇവിടെ നിന്ന് നേരെ പ്രവേശിക്കുന്നത് ഇവിടുത്തെ മെയിൻ കിച്ചണിലോട്ടാണ്. ഇതാണ് ഇവരുടെ വർക്കിംഗ് കിച്ചൺ. നല്ല സൗകര്യത്തോടു കൂടിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വിറകടുപ്പും അതുപോലെ ഈ ഒരു ഭാഗത്തോട്ടായിട്ട് സിങ്കും എല്ലാം കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് സിങ്കിൻ്റെ ആ ഒരു ഭാഗത്ത്. പിന്നെ അതാ ഈ ഒരു ഭാഗത്താണ് വിറകടുപ്പ് വരുന്നത്. ഇവിടെയും സെയിം ബ്ലാക്ക് കളറാണ് ഫ്ലോറിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതാ ഇങ്ങോട്ടാണ് ഗ്യാസ് സ്റ്റവും ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു വർക്കിംഗ് ടേബിൾ പോലെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലെല്ലാം ഇങ്ങനെ ഗ്ലാസിൻ്റെ തട്ടുകളൊക്കെ കൊടുത്തിട്ട് അവിടെ ഗ്ലാസ്സുകളെല്ലാം മനോഹരമായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റി വരുന്നുണ്ട് കേട്ടോ ഇവിടെ. ഇതിങ്ങനെ ഒരു ഓപ്പൺ ഷെൽഫ് പോലെയാണ് ഈ ഒരു ഗ്ലാസിൻ്റെ സെറ്റിങ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ സ്റ്റവ് വരുന്നത് ഇവിടെയാണ്. എല്ലാത്തിനും പ്രത്യേകം അതിൻ്റേതായ ഒരു ഏരിയ കണ്ടിട്ടാണ് ഈ ഒരു കിച്ചണിൽ ചെയ്തിട്ടുള്ളത്. നല്ല വിൻഡോസ്, നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന രീതിയിൽ വിൻഡോസും ഗ്രിൽസും എല്ലാം കൊടുത്തിട്ട് മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഇതാ ഫ്രിഡ്ജിനൊരു പ്രത്യേകം സ്പേസ് കണ്ടിട്ട് അവിടെയാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് തൊട്ടടുത്തായിട്ട് ഇവിടെ കൗണ്ടർ ടോപ്പിൽ ഓവനും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലെല്ലാം നല്ല സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഗ്രേ കളറിലാണ് ആ ഒരു ഭാഗത്തെല്ലാം ഡോറുകൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതാ ഇവിടെ വൈറ്റ് കളറാണ് ഇവിടെ ഡോറുകൾ ചെയ്തിട്ടുള്ളത്. ഇവിടെയും നല്ലൊരു കൗണ്ടർ ടോപ്പും അതിന് താഴെ സ്റ്റോറേജ് ഫെസിലിറ്റി എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കിച്ചൻ്റെ വിശേഷങ്ങൾ. ഈ ഒരു ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ നല്ല ഹോം ടൂർ വീഡിയോസും കിച്ചൺ ടൂർ വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എന്തായാലും വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്